இந்த ஜோசியம் அப்படின்றது வந்து சுத்தமாக வந்து பல பேர் நம்பிக்கை வச்சுருக்காங்க. சில பேருக்கு இதில் நம்பிக்கையே இல்லை. இது தானாக நடக்குது அப்படின்றாங்க. நீங்கள் ஜோசியம் வந்து எந்த அளவு ജ്യോതിഷം എന്നുള്ളതിനെ പുറത്തുള്ളവർക്ക് പാരമ്പര്യമായിട്ട് നമ്മൾ വന്നിട്ട് ഇപ്പോൾ തമിഴിലും കേരളത്തിലും பார்க்கும்போது രണ്ടും ഡിഫറൻസ് இருக்குது. ഇവിടെ തമിഴ്നാട്ടിനെ പുറത്തുള്ളവർക്ക് ഇന്ന ഗ്രഹം ഇന്ന രാശിയിൽ നിൽക്കുമ്പോൾ ഇന്ന ഫലത്തെ ചൊല്ലുമ്പോൾ അതിന് പ്രമാണം കേട്ടാൽ ചൊല്ല മാட்டேன். நம்ம இதில் வந்துட்டு என்ன வச்சால் எல்லாத்துக்கும் பிரமாணம் இருக்கும். இப்போ நம்ம இதெல்லாம் படிக்கும்போது ஒரு அப்பாவோட தொழில் அப்படி அப்பா சொல்லித்தരുന്നത് இல்லாமல் നമുക്ക് ഇതിന് ശാസ്ത്രീയമായിട്ട് ഹോര, ദശാധ്യായി, ആര്യഭടീയം, അത് പ്രശ്നമാർഗം അങ്ങനെ ഗ്രന്ഥങ്ങൾ പഠിച്ച് അതിൽ നിന്ന് വരുന്നതാണ് ഇതെല്ലാം. അപ്പോൾ അതിനും ഇതും കൂടെ ഉണ്ട് ഡിഫറൻസ്. ഇന്ന ദശയിൽ ഇന്ന ബുദ്ധി നടക്കുമ്പോൾ ഇന്ന ഫലം, ഇന്ന ദശയ്ക്ക് ഇന്ന ഫലം എന്നുള്ളത് കണക്ക് വെച്ചിട്ട് தான் நம்ம சொல்கிறேன். അപ്പോൾ അതിൽ 99%ഉം സക്സസ് தான். അതായത് ഉണ്മ വരാമിരിക്കുള്ളതില്ല. പിന്നെ നമ്മൾക്ക് ചിലവർക്ക് ഇത് நல்லா இருக்குது, ചിലവർ മോശமாக இருக்குன்னு சொல்லுന്നത്. എതൊക്കെ രണ്ട് സൈഡ് ഇരിക്കുമേ. ഒരു നാണയം എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡ് ഇരിക്കുന്നില്ല. അപ്പോൾ എവളെ നമ്പിക്കില്ലാത്ത ഒരാളാണെങ്കിലും വയസ്സാன കാലത്തിൽ അതിൽ തന്നെ ജാസ്തി നമ്പർ തന്നെതാ. അതായത് തനിക്കൊരു കഷ്ടം എന്ന് വരുമ്പോൾ തന്നെ, അല്ലെങ്കിൽ നന്നോടെ മക്കൾക്കെന്നൊരു കഷ്ടം വരുമ്പോൾ തന്നെ എല്ലാത്തിനും ഓടിപ്പോകുന്നത്. അതുവരയ്ക്ക് പോകാതില്ല. മറ്റേതെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ அப்பா சம்பாதிச்ச சொத்து இருக்குது, எடுத்து சாப்பிட்றதுக்கு இருக்கும்போது ശാസ്ത്രത്തിൽ നമ്പിക്കില്ലാமல் இருக்கலாம், சாமி மேலே നമ്പിക്കില്ലാமல் இருக்கலாம். പക്ഷേ അവർക്ക് നാളേക്ക് ഒരു കല്യാണമായി ഒരു കുളന്തയായിട്ട് വരുമ്പോൾ അവർക്കെന്നൊരു കഷ്ടം വരുമ്പോൾ ഓട്ടോമാറ്റിക്കാக അവരും ഇത് தான் பண்ண போகிறேன். അപ്പോൾ ശാസ്ത്രത്തെ പൊറുത്തളവൊക്കെ എപ്പോഴും കറക്റ്റാக പോകണം നല്ലത്. കറക്റ്റാக ഇല്ലാமல் നമ്മൾ ബിസിനസ് എന്ന് പറഞ്ഞ് പോകണം, അത് പോയി ചൊല്ലുന്ന മാതിരി ഇതായിരിക്കും.